നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം കളി കാര്യമായ മട്ടാണ്. ജിയാനി ഇൻഫാന്റിനോയുടെ ഭാവി അൺസർട്ടൻ ആണ്. ജിയാനി ഇൻഫാന്റിനോസ് ഫ്യൂച്ചർ ഇൻ സീരിയസ് ഡൗട്ട് ആസ് യുഎഫ ഗൽവനൈസ് പ്ലാൻസ് ടു റിവോക്ക് സപ്പോർട്ട് ഫോർ ദി ഫിഫ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സംഗതി എല്ലാവർക്കും അറിയാലോ. ഫിഫയുടെ സ്റ്റേക്ക്, അതായത് ടൂർണമെൻറ്റ് വേൾഡ് കപ്പ് ഒക്കെ നടത്തുന്നതിനുള്ള ഒരു സ്റ്റേക്ക് 20% പുറത്തേക്ക് വെക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചിരുന്നു, ജിയാനി ഇൻഫാന്റിനോ. ആ ഒരു പ്ലാന് വേൾഡ് കപ്പ് ഫൈനലിൽ തൊട്ടു പ്രഖ്യാപിക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ അത് പിന്നെ നീട്ടിക്കൊണ്ടുപോയി. അത് മാധ്യമങ്ങൾ മണത്തറിഞ്ഞ് പുറത്ത് വിട്ടതോടുകൂടി പണി അങ്ങ് പാളി. ഇത് വലിയ ഇൻവെസ്റ്റേഴ്സിന്, പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന്, ആർക്ക്? ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ ജാരഡ് കുഷ്നർ, അയാളുടെ ബ്രദർ ജോഷ്യ കുഷ്നർക്കൊക്കെ വിൽക്കാനാണ് തീരുമാനിച്ചിരുന്നത്. നമ്മൾ എവിടെന്നെങ്കിലും വായുന്നെടുത്ത് പടച്ചു വിടുന്നതല്ല. ദി അത്ലറ്റിക്, ആര്? ന്യൂയോർക്ക് ടൈംസിൻ്റെ ദി അത്ലറ്റിക് എന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കുക. ജിയാനി ഇൻഫാന്റിനോ ഹാഡ് കം അപ്പ് വിത്ത് ദി പ്ലാൻ ടു സെൽ എ സ്റ്റേക്ക് ഇൻ ഫിഫാസ് കോമ്പറ്റീഷൻസ് ടു പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ജോഷ്യ കുഷ്നർ, ദി ബ്രദർ ഓഫ് ഡൊണാൾഡ് ട്രംപ് സൺ ഇൻ ലോ ജാരഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ദി അത്ലറ്റിക് എന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിനെതിരെയാണ് യുഎഫക്ക് നിലപാടെടുത്തത്. ഇങ്ങനെ പോയാൽ വേൾഡ് കപ്പ് കളിക്കൂലെന്ന്, ബോയ്ക്കോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. യുഎഫ മാത്രമല്ല, അത് കോൺകകാഫും AFCയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ പരിപാടി പിൻവലിച്ചു ഇൻഫാന്റിനോ. പക്ഷേ ഇൻഫാന്റിനോ വിടാൻ അങ്ങനെ തയ്യാറല്ല യുഎഫ എന്നുള്ള വിവരം ഇപ്പോൾ ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഒന്നുകിൽ അവിടുന്ന് റിസൈൻ ചെയ്യുക, അപ്പോൾ ഫിഫ പ്രസിഡന്റ് സ്ഥാനം, അല്ലെങ്കിൽ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരും, വോട്ട് ചെയ്ത് പുറത്താക്കും എന്ന് ഇൻഫോം ചെയ്തിരിക്കുന്നു യുഎഫ എന്നാണ് ഇപ്പോൾ ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ട്. ജിയാനി ഇൻഫാന്റിനോ ഈസ് ഫേസിംഗ് എ ബ്ലാങ്കറ്റ് വിഡ്രോവൽ ഓഫ് റിട്ടേൺ സപ്പോർട്ട് ഫ്രം യുഎഫ. കോൺകകാഫ് മെമ്പേഴ്സും അത്തരത്തിൽ സപ്പോർട്ട് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സെവറൽ ഫിഫ സീനിയർ ലീഡർഷിപ്പ് ആർ പുഷിംഗ് ഫോർ ഇൻഫാന്റിനോ ടു റിസൈൻ. ഫിഫ ലീഡർഷിപ്പിന് തലപ്പത്തിരിക്കുന്ന പലരും ഇൻഫാന്റിനോയോട് റിസൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോവിങ് എ വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് വിൽ ബി ഫോർത്ത് കമ്മിങ് ഇഫ് ഹി ഡസൻറ്റ്. അദ്ദേഹം റിസൈൻ ചെയ്തില്ലെങ്കിൽ വോട്ട് ഓഫ് നോ കോൺഫിഡൻസ്, അതാണ് നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഈ ടീമൊക്കെ എതിർത്ത് വോട്ട് ചെയ്താൽ പുറത്താവും, നാണം കെട്ട് പുറത്താവേണ്ടി വരും. അതിനു മുമ്പ് റിസൈൻ ചെയ്തോ, അതാ നല്ലത് എന്ന് ഫിഫയുടെ തലപ്പത്തിരിക്കുന്ന പലരും, ഫിഫ ലീഡർഷിപ്പിന് സീനിയർ ലീഡർഷിപ്പിലുള്ള പലരും ഇൻഫാന്റിനോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് കൂടി ബെൻ ജേക്കബ്സ് പറയുന്നു. എന്തായാലും കൈവിട്ട കളി കളിച്ചത് ഇൻഫാന്റിനോക്ക് പണിയായ മട്ടാണ്. ബാക്കി കാര്യങ്ങൾ പിന്നാലെ അറിയാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.